നമ്മൾ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ മാസവും നിങ്ങൾ വഴി എല്ലാവരും അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് നോക്കാവുന്നൊരു സംവിധാനം ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡാഷ്ബോർഡ് ikjseo.kerala.government.in. അപ്പോൾ അതിൽ എല്ലാ വിവരങ്ങളും നിങ്ങൾക്കും ലഭ്യമായിരിക്കും. ഇന്നത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് 31,429.15 കോടി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 86 പ്രൊജക്റ്റുകൾ തുടക്കം കുറിച്ച് കഴിഞ്ഞു. അത് നല്ല ഒരു മുന്നേറ്റമാണ്. 20.28% പ്രൊജക്റ്റുകൾ ഇതിനകം തന്നെ നിർമ്മാണ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. നേരത്തെ നമ്മൾ 1.96 ലക്ഷം കോടിയാണ് ആകെ ഒപ്പുവെച്ചത്. കൂടെ 1.52 ലക്ഷം രൂപയാണ് അന്ന് വന്നത്. അതുകൂടാതെ പിന്നീട് വന്നത് കൂടി 1.92 ലക്ഷം കോടിയാണ്. അത് നമ്മൾ പിന്നെ ഒന്ന് പ്യൂരിഫൈ ചെയ്തിരുന്നു. പ്യൂരിഫൈ ചെയ്തപ്പോൾ 1,77,731.66 കോടി രൂപയുടെ 424 പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിനകത്തുള്ളത്. 444 EOI വന്നത്. പ്യൂരിഫൈ ചെയ്തപ്പോൾ 424. EOIയും IKJS വന്നതും അതിന് ശേഷം വന്നതും അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് 424. അപ്പോൾ അതിൽ 86 പദ്ധതികൾ ഇപ്പോൾ തുടക്കം കുറിച്ചു. 156 പദ്ധതികൾ ലാൻഡ് കിട്ടേണ്ട പദ്ധതികളാണ്. 268 പദ്ധതികൾ നിലവിൽ ലാൻഡ് കിട്ടിയിട്ടുള്ള പദ്ധതികളാണ്. 29 പദ്ധതികൾ പലതരത്തിൽ ലാൻഡിന് കൺവേർഷൻസ്, മറ്റ് എക്സംഷൻസ് ഒക്കെ നിയമപരമായിട്ട് ഇളവുകളോ നിയമപരമായ തരമാറ്റങ്ങളോ ആവശ്യമായിട്ടാണ് 29 പദ്ധതികൾ. ഓരോ മാസവും തുടങ്ങുന്നതും ഉള്ള പദ്ധതികൾ ഇതിനകത്ത് തന്നെ കാണാം എത്രയാണെന്നുള്ളത്. ജൂലൈയിൽ 1,500 കോടിയുടെ തുടക്കം കുറിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ആഗസ്റ്റിൽ 1,437 കോടിയുടെ നിക്ഷേപം കൂടി തുടക്കം കുറിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ കിൻഫ്ര പാർക്കുകളിൽ 8 പാർക്കിലായിട്ട് 1,011 കോടിയുടെ നിക്ഷേപ പദ്ധതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഇന്ന് വരെ തുടക്കം കുറിച്ചതായി നിർമ്മാണം ആണ് പദ്ധതിയുടെ പൂർണ്ണമാവുന്നില്ല. അത് പൂർണ്ണമാകുമ്പോൾ ഈ പദ്ധതികൾ വഴി 40,439 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ നിർമ്മാണം തുടങ്ങിയിട്ടുള്ള 86 പദ്ധതികൾ വഴി. ഇതിൽ 4 മാസം പിന്നിടുമ്പോഴാണ് നമുക്ക് ഇത്രയും മികച്ച നേട്ടം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിൽ BPCLൻ്റെ ലോജിസ്റ്റിക് പദ്ധതി ഉണ്ട്. ഏകദേശം 980 കോടി രൂപയാണ് പാലക്കാട്. അതുപോലെ തന്നെ ഗ്യാഷ സ്റ്റീൽ പ്രൈവറ്റ് ലിമിറ്റഡ്സ്, അത് 2 ഘട്ടങ്ങളിലായിട്ട് 510 കോടിയുടെ നിക്ഷേപമാണ്. പിന്നെ ഹോട്ടൽസിൻ്റെ എയർപോർട്ട് ഗോൾഫ് വ്യൂ ഹോട്ടൽസ് 350 കോടി നിക്ഷേപം. ഇത്തരം തുടങ്ങിയ വലിയ പദ്ധതികളുടെ സ്ഥലം മന്ത്രിയും ഞങ്ങളുടെ ടീം ഇൻഡസ്ട്രി നേരിൽ പോയി സന്ദർശിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും കല്ലിടണം എന്നൊക്കെ ആവശ്യം വരുന്നെങ്കിലും നമുക്ക് എല്ലായിടത്തും പോകാൻ കഴിയില്ല. എന്നാൽ ഏതെങ്കിലും സന്ദർഭത്തിൽ പോകുമ്പോൾ അവിടെ ഈ നിക്ഷേപ സംഗമത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പ്രധാന പദ്ധതികളെല്ലാം ഞങ്ങൾ നേരിട്ട് സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ ഹെയിൽ സ്റ്റോൺ ഇന്നൊവേഷൻസ്, അത് നമ്മൾ അമേരിക്കയിലേക്ക് വരെ കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനമാണ്. 4 വർഷം മുമ്പാണ് കിൻഫ്രയിൽ തുടങ്ങിയത്. ചെറിയ സ്ഥാപനമായിട്ട് അതിന് മുൻപേ തുടങ്ങിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ പുതിയ യൂണിറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. മെയ് മാസത്തിൽ നമ്മൾ 2,714 കോടി രൂപയുടെ 7 പദ്ധതികൾ നിർമ്മാണത്തിൽ തുടക്കം കുറിച്ചു. ഹില്ലറ്റ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ കല്യാൺ സിൽക്സ് 500 കോടിയുടെ, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊല്ലം 300 കോടി, ജിയോജിത്ത് കമേഴ്ഷ്യൽ പ്രോജക്റ്റ് ഇൻഫോ പാർക്കിൽ 150 കോടി, അലൈൻമെൻറ്റ് ഡെവലപ്പേഴ്സ് 100 കോടി, കാർത്തിക് ഫുഡ്സ് പ്രോസസ്സിംഗ് 15 കോടി, മൈക്രോസിസിസ് അത് 1 കോടി. ഇത്രയും കാര്യങ്ങൾ തുടക്കം കുറിച്ചു. ഏപ്രിലിൽ 4 നിക്ഷേപ പദ്ധതികളാണ് തുടക്കം കുറിച്ചത്. ഡൈനമൈറ്റഡ് ഡിസൈൻ ഇറ്റാലിയൻ കമ്പനി, അതുപോലെ തന്നെ ജോയ ലുക്കാസിൻ്റെ ഹോസ്പിറ്റൽ പദ്ധതി, വുഡ് അലയൻസ് പാർക്ക് പ്ലൈവുഡ് ഇൻഡസ്ട്രി,
ഫിർലാം പാർട്ടിക്കിൾ ബോർഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നിവ തുടക്കം കുറിച്ചു. ഇനി പ്രധാനമായിട്ടും ഈ ജൂലൈയിൽ വരുന്ന ഏറ്റവും പ്രധാന പദ്ധതികളൊന്ന്, വലിയ വലുപ്പത്തിലല്ല ഇപ്പോൾ തുടങ്ങുന്നെങ്കിൽ പോലും, ഭാരത് ബയോടെക് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനിയാണ്. അങ്കമാലി KSIDCയുടെ പാർക്കിൽ ജൂലൈ മാസത്തിൽ അവരുടെ പുതിയ പദ്ധതിക്ക് കല്ലിടും. അതാണ് ശ്രദ്ധേയമായ ഒന്ന്. പിന്നൊന്ന് അദാനി ലോജിസ്റ്റിക് നിക്ഷേപം. അതിപ്പോൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ പറയുന്നില്ല, അവരുടെ ഇത് കുറച്ച് കിട്ടാനുണ്ട്. എന്തായാലും എല്ലാം റെഡിയായി, സ്ഥലം റെഡിയായി, പ്ലോട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അവരുടെ സമയം നോക്കിയാൽ അദ്ദേഹത്തിന് കൃഷ്ണയിള കൂടി വരണമെന്ന് കണ്ടിട്ടുണ്ട്. ആ സമയം നോക്കിക്കഴിഞ്ഞാൽ അത് അങ്കമാലി തെലക്കിനോട് ചേർന്നുള്ള KSIDC പാർക്കിലാണ്. പിന്നെ അദാനി ലോജിസ്റ്റിക്, അത് കളമശ്ശേരിയിലാണ്. അവിടെ 600 കോടിയുടെ ലോജിസ്റ്റിക് പാർക്കാണ് അദാനി ഗ്രൂപ്പിൻ്റെ കളമശ്ശേരി വരുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കമ്പനിയാണ് കെയ്ൻസ് ടെക്നോളജി. അവർ ഫ്ലെക്സിബിൾ PCB നിർമ്മിക്കുന്നവരാണ്. ഇവരാണിപ്പോൾ ഗുജറാത്തിൽ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ പ്ലാന്റ് കഴിഞ്ഞ പ്രധാനമന്ത്രി കല്ലിട്ട ആ സംവിധാനമാണ് കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡ്. അവരുടെ ഒരു ESDM ഫ്ലെക്സിബിൾ PCB പ്രധാനമായിട്ടുള്ള പദ്ധതി 500 കോടിയുടെ 1000 പേർക്ക് തൊഴിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെരുമ്പാവൂർ നേരത്തെ നമ്മൾ റയോൺസിൽ നിന്നെടുത്ത ഭൂമിയിലാണ് അവരുടെ ഈ പദ്ധതി വരുന്നത്. അതുപോലെ തന്നെ കാനിയോ ഹെൽത്ത് ചെറുപ്പുളശ്ശേരി പാലക്കാട് 400 കോടിയുടെ ഒരു ഹെൽത്ത് പദ്ധതി അവിടെയും വരുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് IBM. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ വേഗതയിലാണ് അതിൻ്റെ വളർച്ച. ഇപ്പോൾ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത ലുലുവിൻ്റെ 4 ടവറുകൾ അവർ രണ്ട് നില പൂർണ്ണമായിട്ടും IBM എടുത്തു. അപ്പോൾ അതോടുകൂടി IBMൻ്റെ ഇവിടെയുള്ള എംപ്ലോയി സ്ട്രെങ്ത്ത് 5000-ന് മുകളിലേക്കാവും, 5500 വരെ ആകുമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ IBM സോഫ്റ്റ്വെയർ സെൻറ്ററുകളിലൊന്നായിട്ട് അത് മാറും. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 15-ാം തീയതി IBMൻ്റെ ഒരു വലിയ സിമ്പോസിയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഓഗസ്റ്റിൽ ഗ്രീൻ വോംസ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു 117 കോടിയുടെ പദ്ധതി കണ്ണൂർ ഓഗസ്റ്റിൽ നിർമ്മാണം തുടക്കം കുറിക്കും. പിന്നെ നീറ്റ ജലാറ്റിൻ ജപ്പാൻ കമ്പനിയാണ്. അവർ കേരളത്തിൽ നേരത്തെ പ്രസൻസ് ഉണ്ട്. അവരുടെ പുതിയ പദ്ധതി 250 കോടിയുടെ പദ്ധതി കാക്കനാട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. പിന്നെ തൃശ്ശൂർ 500 കോടിയുടെ റിനൈ മെഡിസിറ്റി അവരുടെ പദ്ധതിയും തുടക്കം കുറിക്കുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് കെയർ റിസർച്ചിൽ കൊല്ലത്ത് 120 കോടിയുടെ ഒരു പദ്ധതി ഓഗസ്റ്റ് തുടക്കം കുറിക്കും. കണ്ണൂർ തന്നെ ഇന്ത്യാന ഹെൽത്ത് സെക്ടറിൻ്റെ പദ്ധതി 200 കോടിയുടെ തുടക്കം കുറിക്കുന്നുണ്ട്. പിന്നെ ലോജിസ്റ്റിക് ആൻഡ് വയർ ഹൗസ് ആലുവയിൽ NDR സ്പേസ് പ്രൈവറ്റ്, അത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് കമ്പനിയാണ് NDR. അവിടെ ഞാൻ സന്ദർശിച്ചിരുന്നു. അവരുടെ ലാൻഡ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 250 കോടിയുടെ പദ്ധതിയാണ് കാണുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിലോ അതിനേക്കാൾ വേഗതയിലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ IKGSൻ്റെ തുടർച്ച നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. വ്യവസായ മന്ത്രി ചെയർമാനായും പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് കൺവീനറായി, KSIDC MD, കിൻഫ്ര MD, ED KSIDC, ഡയറക്ടർ ഇൻഡസ്ട്രീസ്. ഇവരെ കൂടാതെ FICCI പ്രതിനിധി, CIA പ്രതിനിധി, KSSIA പ്രതിനിധി, പിന്നെ KSIDCയിലെ ഇൻവെസ്റ്റർ ഡയറക്ടർമാർ, ഇൻഡസ്ട്രിയൽ മേഖലയിൽ നിന്നുള്ള ഡയറക്ടർമാർ, അവരുകൂടി ചേർന്നിട്ടുള്ള അഡ്വൈസറി കമ്മിറ്റിയാണ്. 2 മാസത്തിലൊരിക്കലാണ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേരുന്നത്. ആദ്യത്തെ യോഗം കഴിഞ്ഞു. അടുത്ത യോഗത്തിൻ്റെ ഡേറ്റും നിശ്ചയിച്ചിട്ടുണ്ട്. KSIDCയിലെ ഈ ഡയറക്ടർമാർ എല്ലാ ആഴ്ചയിലും അവരുടെ റിവ്യൂ നടത്തുന്നുണ്ട്. ഇതുകൂടാതെ എല്ലാ ബുധനാഴ്ചയും മന്ത്രി എന്ന നിലയിൽ എൻ്റെ റിവ്യൂ ഉണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറിയും എല്ലാവരും ഈ റിവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റുകളുടെ കൂട്ടത്തിൽ IKGS ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലും നല്ല രീതിയിൽ തന്നെ റിവ്യൂ ചെയ്തു പോകും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വകുപ്പ് മന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളാണ് വന്നിട്ടുള്ളത്. ഒത്തിരിയേറെ മാറ്റങ്ങൾ ചട്ടങ്ങളിലും
നിയമങ്ങളിലും പ്രൊസീജിയറിലെല്ലാം വരുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കേരളം ഒരു നല്ല ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. നമുക്ക് IKGS കിട്ടിയ പ്രോജക്ട്സിൻ്റെ ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ട് KSIDC ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സംരംഭം ഇവിടെ തുടങ്ങണമെങ്കിൽ അതിൽ 4 പെർമിറ്റ്സിൻ്റെ ബേസിക് ആവശ്യം വേണ്ടി വരും. ബിൽഡിംഗ് പെർമിറ്റ്, ലേഔട്ട് അപ്രൂവൽ, ഫയർ NOC ആൻഡ് കൺസെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്. സോ ഈ മിനിമം ഈ 4 ക്ലിയറൻസസ് കിട്ടിയാലാണ് ഒരു സ്ഥാപനത്തിന് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ KSIDC ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഓരോ സ്ഥാപനത്തോട് നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഈ 4ഉം അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് എത്ര പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റെഫറൻസ് നമ്പർ വി ആർ കളക്ടിങ് ആൻഡ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനോട് ഈ ക്ലിയറൻസ് നൽകുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനുമായി നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ക്ലിയറൻസ് വാങ്ങിയിട്ട് സംരംഭകരുടെ കയ്യിൽ കൊടുക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ വളരെ ക്ലോസ് ആയിട്ട് സോ ദാറ്റ് അതിനുശേഷം ഫൗണ്ടേഷൻ സ്റ്റോൺ ഉണ്ടാവും. ആഫ്റ്റർ ദാറ്റ് ഇനിയും ഒരു 4 ക്ലിയറൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, കൺസെൻറ്റ് ടു ഓപ്പറേറ്റ്. സോ ദാറ്റ് കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് ഫോളോ അപ്പ് 1-to-1 ഫോളോ അപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് KSIDC. നമുക്ക് ഒരു ഡാഷ്ബോർഡ് ഉണ്ട്, ikgsEOI.kerala.gov.in. അതിൽ ഒരു മാക്രോ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൂടാതെ വി വിൽ ബി മേക്കിംഗ് മോർ ആൻഡ് മോർ ഡാഷ്ബോർഡ്സ് പബ്ലിക് ഇൻ ദ നെക്സ്റ്റ് 1 വീക്ക്. ഒരാഴ്ചക്കിനുള്ളിൽ നമുക്ക് എക്സാക്ട്ലി എത്ര പ്രോജക്ട്സ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, എത്ര പ്രോജക്ട്സ് ഉണ്ട്, അതിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, നമ്മുടെ ഫോളോ അപ്പിൻ്റെ സ്റ്റേറ്റസ് എല്ലാം നമുക്ക് ഈ വെബ്സൈറ്റിൽ തന്നെ കാണാൻ സാധിക്കും. താങ്ക് യു. ഈ ഡാഷ്ബോർഡിൻ്റെ തന്നെ ഇൻറ്റേർണൽ മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ നോഡൽ ഓഫീസറുണ്ട്. അപ്പോൾ അവർ പോയി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എൻ്റർ ചെയ്യണം. അവർ സന്ദർശിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ ചിത്രം പ്ലോട്ടിൻ്റെ ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് ആ ചിത്രം ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യണം. ഇത് പബ്ലിക്കിനല്ല, ഞങ്ങൾക്കുള്ള റിവ്യൂ ചെയ്യുമ്പോൾ നോക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ഏത് വകുപ്പാണോ അപ്പോൾ തന്നെ ഡയറക്റ്റ് ചെയ്യും, അവരുമായിട്ട് സംസാരിക്കും. അങ്ങനെ ഒരു നല്ലൊരു പ്രൊഫഷണൽ സംവിധാനം ഫോളോ അപ്പിന് വേണ്ടി നമ്മളിപ്പോൾ രൂപം കൊടുത്തിട്ടുണ്ട്. അല്ല, ചിലതിപ്പോൾ നമ്മളൊരു വലിയൊരു പ്രിപ്പറേറ്ററി വർക്ക്സിന് ശേഷമാണുള്ളത് വന്നത്. ചിലത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മളൊരു ധാരണയാവും, ഇവർ EOI തരാം. ചിലപ്പോൾ ഒരു 5-6 മാസം മുമ്പ് തന്നെ ധാരണയുണ്ടാവും. അതൊക്കെ ക്രെഡിബിളായിട്ടുള്ള EOI ആയിരിക്കും. നമ്മളെല്ലാ വശവും നോക്കി പരിശോധിച്ച്. പിന്നെ ചിലത് ഈ സബ്മിറ്റിൽ വന്നിട്ടുണ്ടാവും. സബ്മിറ്റിൽ വരുമ്പോൾ നമുക്കിപ്പോൾ ഒരു സ്ഥാപനമാണ്, അവർ രജിസ്റ്റർ ചെയ്യുന്നു. നോക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് വെരിഫൈ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ പിന്നെ നോക്കുമ്പോൾ നമുക്കിവിടെ പറ്റിയതാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ അവരുടെ ലാൻഡ് നമുക്കിപ്പോൾ ഉപയോഗിക്കാം. അങ്ങനെയുള്ളത് ചിലപ്പോൾ മാറ്റിക്കളഞ്ഞെന്ന് വരും. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ സക്സസ് അറിഞ്ഞിട്ട് ആളുകൾ വരുന്നുണ്ട്. ഇത് കൂടാതെ ഞങ്ങളുടെ ഒരെണ്ണമുണ്ട്, അത് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നില്ല. EOI അല്ലാത്തതാവുമ്പോൾ ഇതിനൊക്കെ കുറച്ചുകൂടി ഉണ്ട്. ഇതിന് ശേഷം വന്നിട്ടുള്ള EOI വയ്ക്കാത്തത് ചില തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 2000 കോടിയുടെ EOI വയ്ക്കാത്തതും ഇവിടെ അതിന് ശേഷം വന്നിട്ട് ഇപ്പോൾ തന്നെ നിർമ്മാണം തുടങ്ങിയതുണ്ട്. അപ്പോൾ ഞങ്ങളതൊരു പ്യൂരിഫിക്കേഷൻ നടത്തിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനിയും ചിലപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞല്ലോ, കൺവേർഷൻ റിക്വയർഡ് ആണ് 29 പ്രോജക്ട്സ്. അത് ചിലപ്പോൾ നിയമപ്രകാരം പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആ അതോറിറ്റിയാണ്. അതിൽ തന്നെ 156 പദ്ധതികൾ നമ്മുടെ EOI ഒപ്പുവെച്ച് ലാൻഡ് വേണം. ലാൻഡ് നമ്മുടെ ലാൻഡുണ്ട്, ചിലർ അവർ തന്നെ ലാൻഡ് നോക്കുന്നുണ്ട്. അപ്പോൾ ആ ലാൻഡ് കൂടി കിട്ടുമ്പോഴാണ് നമുക്കത്. അപ്പോൾ ആ ഇഷ്യൂ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ലാൻഡ് വേണ്ടത് എത്ര, കൺവേർഷൻ വേണ്ടത് എത്ര, നിയമപ്രകാരമാണോ നമുക്ക് വേഗത്തിൽ തന്നെ കൺവേർഷൻ. ഇപ്പോൾ കണ്ടത് ഇതിൽ വന്നിട്ടുള്ള നിക്ഷേപ വാഗ്ദാനങ്ങൾക്ക് നിയമപരമായിട്ട് എക്സംഷൻസ് ഉള്ളതെങ്കിൽ അത് സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഒരു SOP വരുന്നുണ്ട്. അതാത് വകുപ്പുകൾ, ഇപ്പോൾ റവന്യൂ അവർ SOP വരുന്നുണ്ട്. പിന്നെ ഈ ലാൻഡ് കൺവേർഷനാണ് ഈ കൃഷി ഓഫീസർമാർ എന്താണ് നോക്കേണ്ടത്. ചിലപ്പോൾ അവർ ഇവിടെ മത്തമിടാൻ പറ്റുമെന്ന് നോക്കിയെന്ന് വരും ചില ഓഫീസർമാർ. അപ്പോൾ നിയമത്തിൽ ഇപ്പോൾ വെണ്ടയ്ക്ക നടാൻ പറ്റുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഇപ്പോൾ നികത്തണ്ടെന്ന് പറഞ്ഞ പ്രശ്നമായി പോകും. പക്ഷെ നിയമം എന്താണ് അവർക്ക് അധികാരം നൽകുന്നത്. ചിലപ്പോൾ കൺവെർട്ടഡായി കിടക്കുന്നതായിരിക്കും, പക്ഷെ രേഖയിൽ വരെ ആയിരിക്കും. ആ നിയമത്തിൽ എന്താണ് അവർ പരിശോധിക്കേണ്ടത്, അത് പ്രത്യേകമായിട്ട് അവർക്കൊരു ഇത് കൊടുക്കും. സ്പീഡപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്.
കേരളം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈലി അർബനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണല്ലോ. 50% ഇപ്പോൾ തന്നെ അർബൻ ഏരിയയിലാണ്. മണികണ്ഠൻ ഉള്ളതുകൊണ്ട് ചെറുപ്പുളശ്ശേരി എടുത്ത് പറഞ്ഞ്, പാലക്കാട് ഇരിക്കട്ടെ. ചെറുപ്പുളശ്ശേരി നല്ല സ്ഥലമാണ്, നല്ല ഇനിയും വരാൻ സാധ്യതകളുണ്ട്. ഇപ്പം ഞാൻ ഈ ചേലക്കര ഇപ്പം ഇന്നൊരു ഉദ്ഘാടനം, ഒരു കമ്പനി വന്നിട്ട്, വലിയ കമ്പനിയാണ്. ഞാൻ തന്നെ ചേലക്കര പോയപ്പോൾ അവിടെ കണ്ട ഒരു കമ്പനി ഫ്രാൻസിലേക്ക് മെറ്റീരിയൽസ് കയറ്റി അയക്കുകയാണ് ചേലക്കരയിൽ നിന്ന്. അപ്പോൾ അതുപോലെ ഓരോ സ്ഥലത്തും ഇപ്പോൾ ഇറ്റാലിയൻ കമ്പനി ഡൈനാമൈറ്റ് തുടങ്ങിയത് എൻ്റെ മണ്ഡലത്തിലാണെങ്കിലും അവർ ഇന്ത്യയിലാകെ നോക്കിയിട്ട് ആലങ്ങാട് പഞ്ചായത്തിലുള്ള ഒരു സ്ഥലമാണ്, ഗ്രാമമാണ്. ഇതെല്ലാം കണ്ടിട്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഇപ്പോൾ തന്നെ സോഹു കോർപ്പറേഷൻ്റെ കൊട്ടാരക്കര കണ്ടല്ലോ. അപ്പോൾ അത് കേരളത്തിൽ എവിടെയും ഇത് ഒരു കേന്ദ്രീകരിച്ചിട്ടല്ല, എല്ലായിടത്തേക്കും വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് IT ആകുമ്പോൾ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ഇങ്ങനെയുള്ള ഒരു കേന്ദ്രീകരണം IT-യിൽ കുറച്ച് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോറിഡോറുകൾ കൂടി വരുമ്പോൾ എല്ലായിടത്തേക്കും വിന്യസിപ്പിക്കാൻ പറ്റും. അതവർ DRDOയുടെ കീഴിലേക്ക് പൂർണ്ണമായിട്ടും മാറ്റുന്നു. നേരത്തെ ബ്രഹ്മോസ് റഷ്യൻ കൊളാബറേഷൻ ആണല്ലോ. DRDO പക്ഷേ റഷ്യൻ കൊളാബറേഷൻ ബ്രഹ്മോസ് നമ്മുടെ കമ്പനി ആയിരുന്നു. നമ്മുടെ കമ്പനി അവർക്ക് ടേക്ക് ഓവർ ചെയ്താണ്, നമ്മൾ അന്നൊരു ധാരണ വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഒരു ആശങ്ക വന്നിട്ടുണ്ട്, പക്ഷെ അത് ഒരു വ്യക്തത വരുത്താനുണ്ട്. അപ്പോൾ അവരായിട്ട് നമ്മൾ മീറ്റിംഗ് ഒന്ന് വച്ചിരുന്നു, ഒന്നുകൂടി വയ്ക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ബ്രഹ്മോസിൻ്റെ എക്സ്പാൻഷന് 100 ഏക്കർ സ്ഥലം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഇവിടെ തന്നെ തുറന്ന ജയിലിൻ്റെ ഉപയോഗിക്കാത്ത സ്ഥലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നിയമപരമായിട്ടൊരു വ്യക്തത കൂടി വരുത്താനുണ്ട്. ഇന്നലെ HMT ചെയർമാൻ, HMTയുടെ കുറേ ലാൻഡ് കളമശ്ശേരിയിൽ ലിറ്റിഗേഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരും വന്നപ്പോൾ ബ്രഹ്മോസ് അവരോടും ചോദിച്ചിട്ടുണ്ട് ലാൻഡ്. അപ്പോൾ അവർ എക്സ്പാൻഷൻ പദ്ധതി ഉണ്ട്. അതിൻ്റെ സ്വഭാവം എന്താണ്? ഇപ്പോൾ മൊത്തം ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഈ ഡിഫൻസും സ്പേസൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. പക്ഷേ നമ്മൾ ഇത് പൊതുമേഖലയിൽ തന്നെ ഈ സ്വഭാവത്തിൽ നിർത്തണം എന്നുള്ള നിലപാട് അറിയിച്ചിട്ടുണ്ട്, ഗവൺമെൻറ്റിനെ അറിയിക്കുന്നുണ്ട്. അവരുമായിട്ട് ചർച്ചകളും മുന്നോട്ട് പോകുന്നുണ്ട്. വേറൊന്നുമില്ലല്ലോ. അല്ല, അതിലിപ്പോൾ തുടങ്ങുന്നതിന് ഞങ്ങളുടെ ഓഫീസിൽ വന്നാൽ 10 മാസമില്ല ശരിക്കും. അതിൻ്റെ സെക്കൻഡ്സ് ഉണ്ട്. ഇപ്പോൾ ഓരോ ദിവസം നമ്മൾ എല്ലാവരും സിസ്റ്റത്തിലുണ്ടാവും ഞങ്ങൾക്ക് എത്ര ദിവസം ഇനി വർക്ക് ചെയ്യാൻ കിട്ടുന്നുള്ളത്. കാരണം നോട്ടിഫിക്കേഷൻ കൂടി വച്ചിട്ടാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് വലിയ സ്ക്രീനുണ്ട്. ഇതുകൂടാതെ ഞങ്ങളുടെ എല്ലാവരുടെയും സിസ്റ്റത്തിനകത്തും ഇതിൻ്റെ സംവിധാനമുണ്ട്. അപ്പോൾ അതിൽ പക്ഷേ ഇതിൽ ഓരോ മാസം തുടങ്ങുന്നുണ്ട്. ഇമ്മത്ത് നോക്കുമ്പോൾ 250 ദിവസമുള്ളൂ, 6014 മണിക്കൂർ, 36,860 മിനിറ്റ്, 2,14,54,615 സെക്കൻഡ്സ്. ഇങ്ങനെ മാറിക്കൊണ്ട് സെക്കൻഡ്സ് ഇപ്പോൾ മാറി 611ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതിലിവിടെ ഇതിൽ തന്നെ ഡാഷ്ബോർഡിലുണ്ട് ഓരോ മാസം തുടങ്ങാവുമ്പോൾ എങ്ങനെ എക്സ്പെക്റ്റഡ് കൺസ്ട്രക്ഷൻ, പിന്നെ തീർക്കുന്നത് അവരുടെ ഒരു ടൈം ഫ്രെയിമിലായിരിക്കും. ഞങ്ങൾക്കിപ്പോൾ തന്നെ സർക്കാർ ഉള്ളപ്പോൾ ഉദ്ഘാടനം ചെയ്യണം, പെട്ടെന്ന് നിങ്ങളൊന്ന് വണ്ടി ഇറക്കാൻ മണ്ണൊരുക്കി തരാൻ നമ്മൾ പറയില്ല. അത് അവരുടെ സമയമുണ്ടാവും, അത് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ട് പൂർത്തീകരിക്കുക. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലും വേഗത, ഇപ്പോൾ എന്തെങ്കിലും തടസ്സം വന്നു അപ്പോൾ തന്നെ നമുക്ക് ഇടപെടാൻ പറ്റും. പൊതുവേ നല്ല അന്തരീക്ഷമാണ് ഉള്ളത്. പുറത്തുനിന്നും നല്ല കൊറീസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ ഇപ്പം തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും.